ചന്ദ്രൻ, നീ അത് തന്നെ എന്തിനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? നേരത്തെ സംസാരിച്ച് തീർന്ന വിഷയമല്ലേ ഇത്? ബാലു ഇത് നിസ്സാരമായി കാണുന്നു. ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ ആണുങ്ങൾക്ക് കഴിയില്ല. എനിക്ക് അതിശയം അതല്ല. ഒരു പാർട്ടിയിലായിരുന്നിട്ടും ബാലു സിദ്ധു ഒക്കെ ഇതറിയാതെ പോയതെന്താ? നീയൊന്നും വെറുതെ ഇരിക്കുക ചന്ദ്രേ. ഞാനേ അവരുടെ മനസ്സിനെ കുറിച്ച് ആലോചിക്കുന്നു. പഴയ ഓർമ്മകൾ കടന്നു വരാതിരിക്കോ? ആ കാമുകനെ ഓർക്കാതിരിക്കോ? തീർച്ചയായും ഒറ്റയ്ക്കിരിക്കുമ്പോ അയാൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാവും. നീ ചുമ്മാ ഓരോ കഥകൾ ഉണ്ടാക്കാതെ. ബാലു, ഇത് കഥയല്ല, കാര്യം ഞാൻ പറയുന്നേ. തീർച്ചയായിട്ടും അയാളെ കുറിച്ച് അവർ ഓർക്കും. ആരായിരിക്കും ആ നല്ല സ്ത്രീയെ കൈവിട്ട് കളഞ്ഞ ആള്? അയാളിപ്പോ മേരി തോമസിനെ ഓർക്കുന്നുണ്ടാവോ? ഒന്ന് വെറുതെ ഇരിക്കുക. ബാലു, എന്താ ബാലു ഇത്? ഞാൻ പറഞ്ഞില്ലേ ചന്ദ്ര, ഒന്നാമത് നല്ല തലവേദന, പിന്നെ പാർട്ടിയിലെ ചില പ്രശ്നങ്ങള്. ബാലു, ദേവി, വേണ്ട വേണ്ട, തൊടും പിടിക്കൊന്നും വേണ്ട. കിടന്നുറങ്ങാൻ നോക്ക്. ചൂടാവാതെ. അറിവില്ലായ്മ കാരണം മനുഷ്യർ ചില തെറ്റുകളൊക്കെ ചെയ്തു പോവുമല്ലോ. ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞാ അത് അംഗീകരിക്കണമെന്നാ? സൗകര്യമില്ല. തോന്നുമ്പോ തെറ്റ് ചെയ്യുക, തോന്നുമ്പോ മാപ്പ് പറയുക. മാപ്പ് പറഞ്ഞ ഉടൻ മറ്റുള്ളവരങ്ങ് മാപ്പ് കൊടുത്തോണം. സൗകര്യമില്ല. പോട്ടെ, ക്ഷമിക്ക്. ഒരബദ്ധം ഏത് നന്ദനും പറ്റില്ലേ? ഞാനൊന്ന് ദേഹത്ത് തൊട്ടപ്പോ എന്തായിരുന്നു? ദേഹത്ത് തൊടണ്ട, ഞാനും നീയും തമ്മിൽ ബന്ധമില്ല. എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്റെ മാത്രം കാര്യങ്ങളാണ്. അല്ല, ഞാൻ പറയട്ടെ. ഒന്നും പറയണ്ട. ഷീറ്റ് വിരിച്ച് തറയിൽ കിടന്നപ്പോ കൂടെ വന്ന് കിടന്നു, അവിടെയും അടുപ്പിച്ചില്ല. അതുകൊണ്ട് അന്ന് ഞാൻ കുറിച്ചിട്ടതാ ഇതുപോലെ എന്റെ പിറകെ നടക്കുന്നു. നീ എന്റെ ദേവിയല്ലേ? ദേവിയല്ല, മൂദേവി. അതുപോലല്ലേ എന്ന് പറഞ്ഞത്. ദേവി തൊടണ്ട. ഇയാളോട് മലയാളത്തിലല്ലേ പറഞ്ഞത് ഏത് തൊടണ്ടാന്ന്? മുരളിയേട്ടന് പൈസ കൊടുക്കണ്ടേന്ന് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞതെന്താ? എന്റെ കാര്യങ്ങൾ എന്റെ മാത്രം കാര്യങ്ങളാണ്. അപ്പൊ ഇനി വേറെ ആരെങ്കിലും പോയി തൊട്ടാ മതി. അപ്പൊ തൊടാൻ സമ്മതിക്കില്ല? ഇല്ല. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.